സോ ഡിപ്പാർട്ട്മെന്റ്സ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലൈൻ എന്ന് പറയുന്നത് പബ്ലിക് കോർപ്പറേഷൻസ് ആണ്. പബ്ലിക് കോർപ്പറേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മീനിങ് ഓഫ് പബ്ലിക് കോർപ്പറേഷൻസ്. പബ്ലിക് കോർപ്പറേഷൻസ് സാധാരണയായി ഇറ്റ് റെപ്രസെന്റ്സ് ദ കാറ്റഗറി ഓഫ് ലൈൻ ഏജൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലൈൻ ഏജൻസിയുടെ ഒരു ഭാഗമാണ് പബ്ലിക് കോർപ്പറേഷൻ. ഡിഫറെന്റ് ഫ്രം ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് റെഗുലേറ്ററി കമ്മീഷൻ. മറ്റു രണ്ടിന്റെയും പോലെയല്ല, ഇതിനൊരു വ്യത്യസ്തമായ രീതിയാണുള്ളത്. എന്താണ് വ്യത്യസ്തമായ രീതി എന്ന് നോക്കുക. ബിക്കോസ് പബ്ലിക് കോർപ്പറേഷൻ ഈസ് സെറ്റ് ടു ഹാവ് come into existence as a result of the entry of the state into the field of business and commercial enterprises. അതായത് ഗവൺമെന്റ് ആക്ച്വലി എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ജനത്തിന്റെ വെൽഫെയറിന് വേണ്ടിയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയൊക്കെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് പൊതുവെ പറയാമെങ്കിലും പല ഗവൺമെന്റുകളും ഇന്ത്യയിലുള്ള നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള പല ഗവൺമെന്റുകളും അതിൻ്റെ ഒരു ബിസിനസ് കൊമേഴ്ഷ്യൽ ഡയമെൻഷനിലും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട്. അതായത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് ചെയ്യേണ്ട കാര്യം ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ആ അവസ്ഥയിൽ വന്ന ഒരു സംവിധാനമാണ് ലൈൻ ഡിപ്പാർട്ട്മെന്റാണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ 3 ഡെഫിനിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റോബ്സൺ, പബ്ലിക് കോർപ്പറേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇന്നോവേഷൻ ഇൻ പബ്ലിക് ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസ്. കാരണം ഇതിന് ഭരണഘടനാപരമായ ഒരു പിന്തുണയോടുകൂടിയുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് തന്നെയാണ് നമ്മൾ പബ്ലിക് കോർപ്പറേഷനെ പറയുന്നത്. കാരണം ചിലപ്പോൾ പബ്ലിക് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് നമ്മുടെ KSRTC പോലുള്ള സംവിധാനം നോക്കുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ലക്ഷ്യമാണുള്ളതെങ്കിൽ പോലും ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് പറയാനുള്ള കാരണം ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഗവൺമെന്റ് ഓർ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. രണ്ടാമത് ഡിമോക്കിൻ്റെത് public corporations as a publicly owned enterprise. So the ownership is always with the public, that is the government. അതുപോലെ തന്നെ that has been chartered under federal, state or local law for a particular business or financial purpose. The purpose is different, that is business or financial. ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അതുപോലെ തന്നെ ബിസിനസ്സിന് വേണ്ടിയുള്ള ഒരു പർപ്പസ് ആണെങ്കിലും അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് ദ ഗവൺമെന്റ് ഓർ വിത്ത് ദ പബ്ലിക്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. മൂന്നാമത്തത് ഹെർബർട്ട് മോറിസൺ, അക്കോർഡിംഗ് ടു ഹിം പബ്ലിക് കോർപ്പറേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് പബ്ലിക് ഓണർഷിപ്പ്, പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. നോക്കുക, ഈ 3 വളരെ വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. അതിന്റെ 3ന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ പബ്ലിക് കോർപ്പറേഷനെ പറയുന്നത്. അതായത് പബ്ലിക് ഓണർഷിപ്പ്, ദ ഓണർഷിപ്പ് ഈസ് വിത്ത് ദ പബ്ലിക്, ദാറ്റ് ഈസ് ദ ഗവൺമെന്റ്. Then it has accountability to the people. ജനങ്ങളോട് അങ്ങേയറ്റം ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ it is functioning on business management. ബിസിനസ് മാനേജ്മെന്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. So these are the 3 different definitions on public corporation. Then meaning of public administration നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. That is, corporation is a corporate judicial person capable of entering into contracts and acting in its own name. ഇപ്പോൾ കോർപ്പറേഷൻ കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കോർപ്പറേഷൻ ഒരു ജുഡീഷ്യൽ പേഴ്സണാലിറ്റിയാണ്. ജുഡീഷ്യൽ പേഴ്സണാലിറ്റി ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ്. ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ തന്നെ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാം. അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ തന്നെ എല്ലാ ക്രയവിക്രയങ്ങളും നടത്താനുള്ള അധികാരമുള്ള ഒരു സംവിധാനമാണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ഡിപ്പാർട്ട്മെന്റ്. കാരണം ഡിപ്പാർട്ട്മെന്റിന് അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളില്ല. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ആക്ടിവിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ ചീഫ് എക്സിക്യൂട്ടീവ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ പബ്ലിക് കോർപ്പറേഷൻ അങ്ങനെയല്ല. ഇത് ബിസിനസ്സിന് വേണ്ടിയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് അവരുടേതായ രീതിയിൽ എല്ലാ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താനുള്ള അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ the social complexities in the modern times made it necessary for the state to regulate business and industry. എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലത്ത് ഈ ധാരാളം പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് വരികയും അത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ പ്രോഫിറ്റ് മോട്ടീവായിട്ട് മാത്രം നിന്നപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പബ്ലിക് കോർപ്പറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ പബ്ലിക് കോർപ്പറേഷൻ വരുമ്പോഴത്തേക്കുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സംരക്ഷിക്കാനും പറ്റും, അതേപോലെ തന്നെ സ്റ്റേറ്റിനൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിലുള്ള ബിസിനസ്സും ആകും. ആൻഡ് ഇറ്റ് ടുക്ക് അപ്പ് സം ഓഫ് ദ ബിസിനസ് ഡയറക്ട്ലി. അതുകൊണ്ടാണ് ഗവൺമെന്റ് നേരിട്ട് തന്നെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയത്.
ആൻഡ് എൻഷുർ ദാറ്റ് അതേസമയം സാധാരണ ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് അവരുടെ സർവീസ് എത്തിക്കുക എന്നുള്ള ആ ഒബ്ജക്റ്റീവും നമുക്ക് കിട്ടി. സോ അതാണ് കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ദ പർപ്പസ് ഫോർ വിച്ച് കോർപ്പറേഷൻസ് ആർ ക്രിയേറ്റഡ്. എന്തിനാണ് കോർപ്പറേഷൻസ് ഉണ്ടായത്? ഒന്നാമതായി ദ എക്സ്റ്റൻഷൻ ഓർ ഫെസിലിറ്റേഷൻ ഓഫ് ക്രെഡിറ്റ്, അതായത് ബോറോ ചെയ്യാനുള്ള അധികാരത്തോടു കൂടിയ ഒരു സർക്കാർ സംവിധാനമാണ് യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ. അപ്പോൾ അതിനുവേണ്ടി നിലനിൽക്കുകയും അത്തരത്തിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾക്കൊന്നും അങ്ങനെ ബോറോ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അതേസമയം ഇവർക്ക് ബോറോ ചെയ്തിട്ട് ആ ബോറോ ചെയ്യുന്ന റവന്യൂ കൊണ്ട് തന്നെ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് ലാഭം നേടാനൊക്കെ കഴിയുമെന്നുള്ളതാണ്. ദെൻ the management and operation of some industrial, commercial or other business undertakings. നേരത്തെ പറഞ്ഞു ബിസിനസ് അണ്ടർടേക്കിങ്സിൻ്റെയും കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിങ്സിൻ്റെയും അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി. മൂന്നാമത് അണ്ടർടേക്കിംഗ് ദ മൾട്ടിപർപ്പസ് ഡെവലപ്മെൻറ്റ് ഓഫ് സം റീജിയൻ. അത് നമ്മൾ മറ്റേ ചില കോർപ്പറേഷൻസ് ഇതിൻ്റെ ഈ അണക്കെട്ടുകളുടെയൊക്കെ നടത്തിപ്പ് ഉള്ള ചില കോർപ്പറേഷൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ പേരിലേക്ക് വരാം. അപ്പോൾ അത്തരം കോർപ്പറേഷനുകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശം അവർ തന്നെ ഏറ്റെടുത്തിട്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന കോർപ്പറേഷനുകളും ഉണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയാണ് കോർപ്പറേഷൻസ് സാധാരണയായിട്ട് ഫോം ചെയ്യുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേഷൻ. ഒന്നാമതായി ഇറ്റ് ഈസ് ഹോൾലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് തന്നെ ആയിരിക്കും ഒരു കോർപ്പറേഷൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത്, അല്ലെങ്കിൽ അവർക്കായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ്. രണ്ടാമത് ഒരു പ്രത്യേക നിയമത്തിലൂടെ ആയിരിക്കും ഒരു കോർപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ലോയിലൂടെ തന്നെ ആയിരിക്കും അതിൻ്റെ പവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അവർക്കുള്ള ഡ്യൂട്ടീസ് കൊടുത്തിരിക്കുന്നത്, ഇമ്മ്യൂണിറ്റീസ് ആൻഡ് ഓൾസോ പ്രിസ്ക്രൈബിംഗ് ദ ഫോം ഓഫ് മാനേജ്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കും. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ കോർപ്പറേഷനുകളും പ്രവർത്തിക്കുന്നത്. പിന്നെ അതുപോലെ ആസ് എ ബോഡി കോർപ്പറേറ്റ് ഇറ്റ് ഈസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫോർ ലീഗൽ പർപ്പസസ്. പ്രത്യേകമായ ലീഗൽ പർപ്പസ് എന്നിവിടെ പറയുന്നത് ഒരു ജുഡീഷ്യൽ സ്വഭാവം കൂടിയുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം നിയമപരമായി നടത്തുവാനും അവരുടെ കാര്യങ്ങളിൽ നിയമപരമായ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതേ രീതിയിൽ ഇല്ലാതാക്കാൻ സോൾവ് ചെയ്യാനുമുള്ള ഒരു അതോറിറ്റി ഒരു കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാ നിയമപരമായ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ സ്യൂ ചെയ്യപ്പെടാനോ ഉള്ള അധികാരവും ഉണ്ട്. ആൻഡ് എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്സ്, അക്വയർ പ്രോപ്പർട്ടി. ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശമില്ലാതെ അതിൻ്റെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ വാങ്ങാം. അങ്ങനെ എല്ലാം ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൂയിങ് ഓർ വർക്കിംഗ് സിമിലർ ടു ദാറ്റ് ഓഫ് എ പ്രൈവറ്റ് എൻ്റർപ്രൈസ്. അതാണ് ഒരു കോർപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഗവൺമെൻറ് അപ്രോപ്രിയേഷൻ അല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ചിലപ്പോൾ പണം കൊടുക്കേണ്ടി വരുന്നതല്ലാതെ they can provide capital or to cover losses. A public corporation is usually ഇൻഡിപെൻഡൻ്റ്ലി ഫിനാൻസ്ഡ്. അവരുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ടു യൂസ് ആൻഡ് റീയൂസ് ഇറ്റ്സ് റവന്യൂ. അതിൻ്റെ റവന്യൂ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും പിന്നീട് ഉപയോഗിക്കാനും ആ വരുമാനം സ്വതന്ത്രമായി ഉപയോഗിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം കോർപ്പറേഷനുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരക്ടറിസ്റ്റിക്സിൽ പിന്നീട് ഇറ്റ് ഈസ് ജനറലി എക്സംപ്റ്റഡ് ഫ്രം മോസ്റ്റ് റെഗുലേറ്ററി ആൻഡ് പ്രൊഹിബിറ്ററി സ്റ്റാറ്റസസ് ആപ്ലിക്കബിൾ ടു എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് ഫണ്ട്സ്. സാധാരണയായി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിക്കോ ഉള്ളതുപോലെയുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങളൊന്നും തന്നെ കോർപ്പറേഷന് സാധാരണയായിട്ട് കൊടുക്കാറില്ല. കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടേതായി തന്നെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്നു. Then it is ordinarily not subject to the budget, accounting and audit laws and procedures applicable to non-corporate agencies. അതിൻ്റെ മിക്കവാറും പ്രൊസീജിയർ ഒരു നോൺ കോർപ്പറേറ്റ് ഏജൻസീസിനെ ബാധിക്കുന്ന തരത്തിലുള്ള അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് മുതലായവ, ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് മുതലായവയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രൊസീജിയർ അവർക്ക് തന്നെ ചെയ്യാനുള്ള അധികാരം നിയമം വഴി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻ മെജോറിറ്റി കേസസ് എംപ്ലോയീസ് ഓഫ് പബ്ലിക് കോർപ്പറേഷൻസ് ആർ നോട്ട് സിവിൽ സർവൻസ്. കൂടുതലായി നമ്മൾ പൊതുവെ പറയാറുള്ളത് സിവിൽ സർവൻസിൻ്റെ കൂട്ടത്തിൽ സാധാരണ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെയാണ് സിവിൽ സർവൻസ് എന്ന് പറയാറുള്ളത്. കോർപ്പറേഷനിലുള്ളവരെ സാധാരണ സർക്കാർ നേരിട്ടുള്ള സിവിൽ സർവൻസ് എന്ന് പറയാറില്ല.
മറിച്ച് they are recruited and remunerated under terms and conditions of the corporation staff. കോർപ്പറേഷന്റെ പ്രത്യേക അവരുടെ തന്നെ ഉള്ള ഒരു നിയമവ്യവസ്ഥ വഴിയായിരിക്കും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതും അതുപോലെ തന്നെ അവർക്കുള്ള റെമ്യൂണറേഷൻസും അലവൻസുകളും കൊടുക്കുന്നതും. ഇറ്റ് ഈസ് നോട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ദ നോർമൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. സോ അതും അതിനകത്തൊരു വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഒന്നാമതായി ഇറ്റ് ഹാസ് ഫ്രീഡം ഫ്രം അൺസ്യൂട്ടബിൾ ഗവൺമെന്റ് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾസ്. നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കോർപ്പറേഷനുകൾക്കുള്ള ഏറ്റവും വലിയ നേട്ടം. അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് അതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗവൺമെന്റിന്റെ ഒരു സാധാരണ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത് പോലെ ഉള്ള ഒരു ചട്ടം മുഖേനയുള്ള ഒരു പോക്കിൽ നിന്നും ഒഴിവായി അവർക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കോർപ്പറേഷന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ട്, ഇറ്റ് വർക്ക്സ് വിത്ത് എ ബാലൻസ് ബിറ്റ്വീൻ ഓട്ടോണമി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഒരേ സമയം അവർക്ക് അവരുടെ ജോലികളിൽ നല്ല ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഏറ്റവും വഴങ്ങുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളില്ല. അതേസമയം തന്നെ അവർ ഓട്ടോണമസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓട്ടോണമസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയംഭരണ സംവിധാനം എന്നുള്ള രീതിയിൽ കോർപ്പറേഷന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ ദേ എൻജോയ് ദ പ്രിവിലേജസ് ഓഫ് എ പ്രൈവറ്റ് എന്റർപ്രൈസ്. ഏതാണ്ട് ഒരു പ്രൈവറ്റ് എന്റർപ്രൈസിന്റെ ആ പ്രിവിലേജ് എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പബ്ലിക് ഹാസ് റെപ്രസെന്റഡ് ബൈ elected members and legislators. അതേസമയം they will have certain responsibility of public as represented by elected members and legislators. അതാണ് ഒരേ സമയം അവർ ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ നിൽക്കുന്നത്. they have a balance in between. അതായത് ഒരേ സമയം ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് ഉള്ളതുപോലുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അതേസമയം തന്നെ അവർക്കൊരു പ്രൈവറ്റ് ഏജൻസി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം. പിന്നെ റൂസ്വെൽറ്റിന്റെ ഒരു ഒബ്സർവേഷൻ കൂടെ നമ്മളിത് പറയുന്നുണ്ട്. പബ്ലിക് കോർപ്പറേഷൻ ഈസ് ക്ലോസ്ഡ് വിത്ത് ദ പവർ ഓഫ് ദ ഗവൺമെന്റ് ബട്ട് പൊസസ്ഡ് ഓഫ് ദ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇനിഷ്യേറ്റീവ് ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഗവൺമെന്റിന്റെ ഒരു അധികാരം നിലനിൽക്കുന്നു എന്നുള്ള അതേ സമയത്ത് തന്നെ പ്രൈവറ്റ് എന്റർപ്രൈസസിന്റെ എല്ലാ തരത്തിലുള്ള പ്രിവിലേജസും ഒരേ സമയം അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോർപ്പറേഷൻസ്. കോർപ്പറേഷൻസ് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമതായി ഇറ്റ് ഹാസ് ഗിവൺ റൈസ് ടു ദ പ്രോബ്ലം ലൈക്ക് ഡിഫിക്കൽട്ടി ഓഫ് റിക്കൺസൈലിംഗ് ഓട്ടോണമി ഓഫ് ദ കോർപ്പറേഷൻ വിത്ത് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. പബ്ലിക് അക്കൗണ്ടബിലിറ്റിയും കോർപ്പറേഷന്റെ ഓട്ടോണമിയും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് അവർ ഓട്ടോണമസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നൊരവസ്ഥയിലേക്ക് വരും. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വ കുറവ് ചിലപ്പോൾ കോർപ്പറേഷനുകൾക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ the theory of corporate autonomy has come into direct conflict with the urgent need for bringing the operations of these corporations into harmony with the related actions of the government. ഗവൺമെന്റിന്റെ ഒരേ സമയം the theory of corporate autonomy has come into direct conflict with the urgent need for bringing the operations of these corporations into harmony with റിലേറ്റഡ് ആക്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതേപോലെ തിയറി ഓഫ് കോർപ്പറേറ്റ് ഓട്ടോണമിയും ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോർപ്പറേറ്റ് ഓട്ടോണമി എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്വയംഭരണമുണ്ട്, അതേസമയം ഗവൺമെന്റുമായിട്ട് അവന് ഗവൺമെന്റിന്റെ നിയന്ത്രണവുമുണ്ട്. അത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. അതുപോലെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ഓട്ടോണമി ആൻഡ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റൽ കൺട്രോളും അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് മാറി നിൽക്കുന്നു. അതൊരു വലിയ ഡൈക്കട്ടമി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് ഓൾവേസ് പ്രസന്റ് ഇൻ എ കോർപ്പറേഷൻ. ദീസ് ആർ ദ 3 ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോർപ്പറേഷൻസ്. ദെൻ ടൈപ്സ് ഓഫ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് കോർപ്പറേഷൻ. LD വൈറ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മളിവിടെ കൊടുക്കുന്നത്. കോർപ്പറേഷൻസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ്. ഒന്നാമത്തത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ഗവൺമെന്റിന്റെ തന്നെ ഓണർഷിപ്പിലുമുള്ള കോർപ്പറേഷനുകൾ. ഈ കോർപ്പറേഷനുകൾ ദീസ് ആർ നോൺ ആസ് ഗവൺമെന്റ് കോർപ്പറേഷൻസ്. അവർക്ക് all or majority of members of the board of directors consists of government nominees. ഗവൺമെന്റിന്റെ തന്നെ നോമിനികളായിരിക്കും അതിനകത്തുള്ള മുഴുവൻ ഭരണകർത്താക്കളും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാം. ദെൻ സെക്കൻഡ് വൺ ഈസ് മിക്സഡ് കോർപ്പറേഷൻ. മിക്സഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഗവൺമെന്റ് ഹാസ് എയ്തർ സം ഇൻവെസ്റ്റ്മെന്റ്സ് ഓർ സം നോമിനീസ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ബോത്ത്. ചിലപ്പോൾ കുറച്ച് പേര് ഗവൺമെന്റിൻ്റെത് കാണും, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ചെറുതായിട്ട്. അതുകൊണ്ട് തന്നെ ദേ ആർ കൺവെൻഷനലി കോൾഡ് മിക്സഡ് എന്റർപ്രൈസസ്. ഒരേ സമയം പ്രൈവറ്റുമാണ് അതേസമയം ഗവൺമെന്റുമാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ്
corporations established by private parties. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിലല്ലാതെ പ്രൈവറ്റ് പാർട്ടീസ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കോർപ്പറേഷനുകൾ. ദീസ് ആർ മെയ്ഡ് അണ്ടർ അതോറിറ്റി ഓഫ് ലോ ആൻഡ് സബ്ജക്ട് ടു സം ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻസ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്നും വളരെ ചെറിയ ഒരു സൂപ്പർവിഷൻ മാത്രമേ അത്തരം കോർപ്പറേഷനുകൾക്ക് ഉണ്ടാവൂ. അപ്പോൾ അവർ കൂടുതലായിട്ടും പ്രൈവറ്റ് പാർട്ടീസുമായി അലൈൻ ചെയ്ത് നിൽക്കുന്നതായിരിക്കും. ദർ ഈസ് നോ ഗവൺമെന്റ് റെപ്രസെന്റേഷൻ ഇൻ ദ ഡയറക്ടർ ബോർഡ് ഓഫ് ദ കോർപ്പറേഷൻ. And the government really enjoys power of supervision and control. ഒരേ സമയം ഗവൺമെന്റ് അതിനകത്ത് പവർ ഓഫ് സൂപ്പർവിഷൻ കൺട്രോളും കാണും, പക്ഷേ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ കാണില്ല. അതേപോലെ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഗവൺമെന്റിന്റെ നിയമത്തിനനുസരിച്ച് അത്തരം കോർപ്പറേഷനുകൾ നമ്മൾ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ് എന്നാണ് പറയുന്നത്. ദീസ് ആർ ദ 3 kinds ഓഫ് കോർപ്പറേഷൻസ്. നമുക്ക് ഇനി കോർപ്പറേഷനുകളും ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡിപ്പാർട്ട്മെന്റുകളും കോർപ്പറേഷനുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഒന്നാമതായി, ദ ഡിപ്പാർട്ട്മെന്റൽ സിസ്റ്റം ഈസ് ജനറലി മെന്റ് ഫോർ ദ സ്റ്റേറ്റ് റെഗുലേറ്ററി ആക്ടിവിറ്റീസ്. എന്തിനാണ് ഡിപ്പാർട്ട്മെന്റുകൾ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റേറ്റിലെ റെഗുലേറ്ററി ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡിങ് ആക്ടിവിറ്റീസും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് നിലനിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവിന് തൊട്ട് താഴെയുള്ള ഒരു ലൈൻ സംവിധാനമാണ്. അവർക്ക് ഉള്ള പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കാര്യം നോക്കുക, അതുപോലെ തന്നെ റെഗുലേറ്റ് ദ കണ്ടക്ട് ഓഫ് ദ പീപ്പിൾ. അറ്റ് ദ സെയിം ടൈം ദേ വിൽ പ്രൊവൈഡ് ദ സർവീസസ് ഡയറക്ട്ലി ടു ദ പീപ്പിൾ. അതേസമയം കോർപ്പറേഷൻ ആണെങ്കിലോ ഇറ്റ് ഈസ് പ്യുവർലി എ ബിസിനസ് എന്റർപ്രൈസ്. കാരണം ഏതെങ്കിലും ബിസിനസ്സോ കൊമേഴ്ഷ്യലോ ഫിനാൻഷ്യലോ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും കോർപ്പറേഷനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ്സ് ദ ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ. സെക്കൻഡ് വൺ ഈസ് departmental system invariably follows bureau system. What is bureau system എന്ന് ചോദിച്ചാൽ, when there is a single head for that particular organization, it is bureau type. അപ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ മിക്കവാറും എല്ലാത്തിനും ഒരേ ഒരാളായിരിക്കും അതിന്റെ തലപ്പത്തുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ലീഡർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ബ്യൂറോ ടൈപ്പ്. അതേസമയം കോർപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹാവ് മോർ ദാൻ വൺ. കാരണം അതൊരു ഡയറക്ടർ ബോർഡ് ആയിരിക്കും ഒരു കോർപ്പറേഷന്റെ തലപ്പത്തുള്ളത്, അല്ലെങ്കിൽ അതിനെ ഹെഡ് ചെയ്യുന്നത്. മൂന്നാമത്തത്, കോർപ്പറേഷൻ ഈസ് എ കോർപ്പറേറ്റ് ബോഡി ആൻഡ് സോ ഇറ്റ് ക്യാൻ ബി സ്യൂഡ് ഇൻ ദ കോർട്ട് ഓഫ് ലോ. അതെ, കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഓർഗാനിക് ബോഡി. ഒരു വ്യക്തിയെ പോലെയാണ്. അയാളെ വേണമെങ്കിൽ നമുക്ക് കോടതിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി സ്യൂ ചെയ്യാൻ പറ്റും, അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ കോർപ്പറേഷനെ കാണേണ്ടത്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ഡിപ്പാർട്ട്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് ദ എക്സിക്യൂട്ടീവ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ബട്ട് ദ കേസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പോലെയാണ്, ആ വ്യക്തിക്കുള്ള പണവും അസറ്റും പോലെ തന്നെയാണ് കോർപ്പറേഷൻ ഉള്ളത്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവിന്റെ താഴെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതാണ്. അതിന് സ്വന്തമായിട്ട് അസറ്റ് ഇല്ല, സ്വന്തമായിട്ട് റവന്യൂ ഒന്നും തന്നെ ഇല്ല. ഒരു ഡിപ്പാർട്ട്മെന്റിനെ പ്രത്യേകമായിട്ട് എടുത്ത് നമുക്ക് സ്യൂ ചെയ്യാനും പറ്റില്ല. ദാറ്റ്സ് തേർഡ് വൺ. ഫോർത്ത് വൺ is that a corporation is generally meant to produce revenues, whereas departments are mostly spending units of the government. അത് തന്നെയാണ്. അതായത് കോർപ്പറേഷനുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഇഷ്ടം പോലെ കാശ് ഇങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ റവന്യൂ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഒരു കോർപ്പറേഷൻ നിലനിൽക്കുന്നതെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നിലനിൽക്കുന്നത് പണം ചെലവഴിക്കാനാണ്, ജനങ്ങൾക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഒരു സ്പെൻഡിങ് യൂണിറ്റ് ആയിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ദെൻ അടുത്തത്, കോർപ്പറേഷൻ എൻജോയ്സ് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഓട്ടോണമി. ഒരേ സമയം അവർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും സ്വയം ഭരണം കൊടുത്തിട്ടുണ്ട്. അതേസമയം ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലോ ഓൺ ദ കോൺട്രറി, ഡിപ്പാർട്ട്മെന്റ് വർക്ക് അണ്ടർ ദ സ്ട്രിക്ട് കൺട്രോൾ ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. ചീഫ് എക്സിക്യൂട്ടീവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഒരു ഡിപ്പാർട്ട്മെന്റ്. ദെൻ മോറോവർ, എ കോർപ്പറേഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ ആക്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭയുടെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമത്തിലൂടെ ആയിരിക്കും ഒരു കോർപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ആൻ ഓർഡർ ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. ചീഫ് എക്സിക്യൂട്ടീവിന് തീരുമാനിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് പുതുതായിട്ടുണ്ടാകും. ഉദാഹരണത്തിന് നമുക്ക് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം അറിയാൻ പറ്റും. ആവശ്യം പോലെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് മിനിസ്റ്റേഴ്സും ഉണ്ടായിട്ടുണ്ട്, മിനിസ്ട്രിയും കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. Then the corporation is not depending on the legislature for its funds. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലോ അതിന്റെ പണത്തിനായിട്ട് ലെജിസ്ലേച്ചർ സാങ്ഷൻ ചെയ്യുന്ന ബജറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർക്ക് ആവശ്യമുള്ള പണം വർഷം തോറും ചെലവ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. പക്ഷേ കോർപ്പറേഷൻസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ പണം അവരുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ ഫണ്ട് അവർ തന്നെ റേസ് ചെയ്യുന്നു, ആ ഫണ്ട് അവർ തന്നെ റീയൂസ് ചെയ്യുന്നു. Then finally, there is flexibility of
പ്രൊസീജിയർ ആൻഡ് പോളിസി ഇൻ ദ വർക്കിംഗ് ഓഫ് കോർപ്പറേഷൻസ്. അത് നമ്മൾ പറഞ്ഞു. കോർപ്പറേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് അവരുടെ ജോലികൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ലൈക്ക് എ പ്രൈവറ്റ് എൻ്റർപ്രൈസ്. പക്ഷേ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലോ, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ വർക്കിംഗ് അക്കോർഡിംഗ് ടു സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ റെഡ് ടേപ്പിസം, റൊട്ടീൻ, ഫോർമലിസം ആൻഡ് റിജിഡിറ്റി. എല്ലാ കാര്യത്തിലും ഒരു റിജിഡിറ്റി ഉണ്ടാകും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നടക്കത്തില്ല, ചിലപ്പോൾ ചില കാര്യങ്ങൾ അവിടെ കെട്ടിക്കിടക്കും, ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിനാണ് റെഡ് ടേപ്പിസം എന്ന് പറയുന്നത്. അത്തരം ഫെനോമിന എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന് സർവ്വസാധാരണമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ പറയാനുള്ളത്, കോർപ്പറേഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കോർപ്പറേഷൻ്റെ ചില പ്രത്യേകതകൾ നോക്കാൻ പറ്റും. അതായത് കോർപ്പറേഷനുകൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കോർപ്പറേഷനുകൾ ഏതാണ്ട് ഓട്ടോണമസ് ആണ്, അവർക്ക് അങ്ങനെയുള്ളൊരു നിയന്ത്രണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ടൈപ്പ് നിയന്ത്രണം കോർപ്പറേഷനുകളുടെ പുറത്തുണ്ട്. ഉദാഹരണത്തിന് പബ്ലിക് കോർപ്പറേഷൻസിന് ദേ ആർ അക്കൗണ്ടബിൾ ടു ദ പാർലമെന്റ്, ബിക്കോസ് പാർലമെന്റ് ആണ് അവർക്ക് മൊത്തത്തിലുള്ള പണം പാർലമെന്റിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ബിക്കോസ് പാർലമെന്റ് ആണ് കസ്റ്റോഡിയൻ ഓഫ് ഫൈനാൻസ് എന്ന് പറയുന്നത്. കസ്റ്റോഡിയൻ ഓഫ് ഫിനാൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പണം ടാക്സിലൂടെ നേടിയെടുക്കുന്നതും അതുപോലെ തന്നെ അത് വിനിയോഗിക്കേണ്ടതും പാർലമെന്റിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ പാർലമെന്റിന്റെ കൺസെന്റോടുകൂടി മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പാർലമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും എപ്പോഴും ഒരു അക്കൗണ്ടബിലിറ്റി കോർപ്പറേഷന് കാണിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്. സോ ദ പാർലമെന്ററി കൺട്രോൾ മേ ബി എക്സസൈസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഒന്ന്, പാർലമെന്ററി ക്വസ്റ്റ്യൻസ്. പാർലമെന്റ് ചോദ്യങ്ങളിലൂടെ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ പരിശോധിക്കാനുള്ള അധികാരമുണ്ട്, ചോദ്യോത്തരവേളയിലൂടെ. അതുപോലെ തന്നെ അഡ്ജേൺമെന്റ് മോഷൻ മൂവ് ചെയ്യാൻ പറ്റും. അർജന്റ് നേച്ചർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങളിലൂടെയും അതുപോലെ അഡ്ജേൺമെന്റ് മോഷനിലൂടെയും കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും അതുപോലെ തന്നെ അവരെ അലർട്ടാക്കുവാനും പാർലമെന്റിന് പറ്റും. ദെൻ സോ ദ അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഓഫ് പാർലമെന്റ്, നമ്മളതിൽ പാർലമെന്ററി ഡിബേറ്റ്സ് about any enterprise or group of enterprise, അതുപോലെ തന്നെ ബജറ്ററി ഡിബേറ്റ്സ് ഓൺ ബിൽസ് ആൻഡ് റെസൊല്യൂഷൻസ്, ഡിബേറ്റ് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ എല്ലാം തന്നെ പാർലമെന്റിന് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് വൈ ദ കോർപ്പറേഷൻ ഈസ് അക്കൗണ്ടബിൾ ടു ദ പാർലമെന്റ്. ഇനി കോർപ്പറേഷൻസ് ചില മിനിസ്റ്റീരിയൽ കൺട്രോൾ ഉണ്ടാകാറുണ്ട്. ഈ മിനിസ്റ്റീരിയൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അതാത് വകുപ്പുകളുടെ മന്ത്രിമാരുടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. ദാറ്റ് ഈസ് അപ്പോയിന്റ്മെന്റ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ഗവേണിംഗ് ബോർഡ് ആൻഡ് ജനറൽ മാനേജർ, ദെയർ റിമൂവൽ, ഫിക്സേഷൻ. ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കുന്നത് വകുപ്പ് മന്ത്രിമാരും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മിനിസ്ട്രീരിയൽ കൺട്രോളും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പുറത്തുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ അതിന്റെ ചെയർമാനെയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മാനേജിംഗ് ഡയറക്ടറെയോ ഒക്കെ നിയമിക്കുന്നത് മിനിസ്ട്രീസ് ആയിരിക്കും. 2, issues of general policy directions or matters like development programs, capital investment, personnel policies and other questions affecting national interest. ദേശീയ താല്പര്യത്തെ ബാധിക്കുന്നു, നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മിനിസ്ട്രീസിന്റെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലും പലപ്പോഴും ഈ പറയുന്ന കോർപ്പറേഷൻസ് മിനിസ്ട്രീസിനോട് അക്കൗണ്ടബിൾ ആകേണ്ടി വരും. And also last one, that is approval of certain categories of actions and policies. ചില പ്രത്യേക തരത്തിലുള്ള തീരുമാനങ്ങളും നയങ്ങളും എടുക്കുമ്പോഴും അതാത് വകുപ്പ് മന്ത്രിമാരുടെ അല്ലെങ്കിൽ മന്ത്രാലയങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ച് നമുക്ക് പറയാം കോർപ്പറേഷൻസ് ഹാവ് certain accountabilities to ministries too. So committee on public undertakings, അതിനെക്കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് നിലവിൽ വരുന്നത് 1 May 1964 അപ്പോൾ അത് വന്നതോടുകൂടി ഈ കമ്മിറ്റി ഈ പറയുന്ന എല്ലാ പബ്ലിക് കോർപ്പറേഷൻസിൻ്റെയും ഫംഗ്ഷൻസിനെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് റിവ്യൂ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ദേ വിൽ എക്സാമിൻ ദ റിപ്പോർട്ട്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ദ എന്യൂമറേറ്റഡ് പബ്ലിക് അണ്ടർടേക്കിങ്സ്, അതുപോലെ തന്നെ ടു എക്സാമിൻ ദ റിപ്പോർട്ട്സ് ഇഫ് എനി ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. ഈ പറയുന്ന പബ്ലിക് അണ്ടർടേക്കിങ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനും അവരെ സൂപ്പർവൈസ് ചെയ്യുവാനും അവരെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം. ടു എക്സാമിൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഓട്ടോണമി ആൻഡ് എഫിഷ്യൻസി ഓഫ് പബ്ലിക് അണ്ടർടേക്കിങ്സ്. സോ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ കോർപ്പറേഷനുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ടാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് നിലവിൽ വന്നത്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ദാമോദർ വാലി കോർപ്പറേഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ, ഇന്ത്യൻ എയർലൈൻ കോർപ്പറേഷൻ, എയർ ഇന്ത്യ തുടങ്ങി ധാരാളം കോർപ്പറേഷൻസ് നമുക്കുണ്ട്. അത്തരം കോർപ്പറേഷനുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അവരൊരു ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോട്ടീവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ദേ വിൽ ഹാവ് എ കൺട്രോൾ ബൈ ദ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ മറ്റുമെല്ലാം നിയമിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. So that's all about corporations.